ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മണിപ്പൂരിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന യാത്രയുടെ പേരെന്താണ്? ഭാരത് ന്യായ് യാത്ര. മണിപ്പൂരിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന യാത്രയുടെ പേരാണ് ഭാരത് ന്യായ് യാത്ര. 2024 ജനുവരി 14 ഇംഫാലിൽ നിന്ന് തുടങ്ങുന്ന യാത്ര 14 സംസ്ഥാനങ്ങളിലൂടെ 6500 കിലോമീറ്റർ പിന്നിട്ട് മാർച്ച് 20 മുംബൈയിൽ സമാപിക്കും. കോൺഗ്രസ് 2023 സംഘടിപ്പിച്ച ഭാരത് ജോഡോ യാത്ര 12 സംസ്ഥാനങ്ങളിലൂടെ 4500 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത്. ഏത് പേരിൽ കിലോഗ്രാമിന് 25 രൂപയ്ക്ക് അരി നൽകുവാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്? ഭാരത് അരി. ഭാരത് അരി എന്ന പേരിൽ കിലോഗ്രാമിന് 25 രൂപയ്ക്ക് അരി നൽകുവാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. 27.5 രൂപയ്ക്ക് ഭാരത് ആട്ടയും കേന്ദ്ര സർക്കാർ ഈ വർഷം വിപണിയിലെത്തിച്ചിരുന്നു. KSRTC പുതുതായി ആരംഭിക്കുന്ന ലോജിസ്റ്റിക്സ് സർവീസിന്റെ പേരെന്താണ്? ബൈക്ക് എക്സ്പ്രസ്. ബൈക്ക് എക്സ്പ്രസ് എന്ന പേരിലാണ് KSRTC പുതുതായി ലോജിസ്റ്റിക്സ് സർവീസ് ആരംഭിക്കുന്നത്. ട്രെയിനുകളിൽ ഉള്ളതുപോലെ KSRTCയുടെ വാഹനങ്ങളിൽ ബൈക്കുകളും സ്കൂട്ടറുകളും ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നതിനുള്ള പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച യാത്ര ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന പുതിയ തീവണ്ടി സർവീസ് ഏതാണ്? അമൃത് ഭാരത് എക്സ്പ്രസ്. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച യാത്ര ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന പുതിയ തീവണ്ടി സർവീസിന്റെ പേരാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. വന്ദേ സാധാരൺ ട്രെയിൻ സർവീസിന്റെ പുതിയ പേരാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. ഡിസംബർ 30 സർവീസ് ആരംഭിക്കുന്ന ഈ ട്രെയിൻ 130 കിലോമീറ്റർ വേഗതയുള്ള പുഷ് പുൾ ട്രെയിനാണ്. അയോധ്യ ദർഭംഗ, ബംഗളൂരു മാൾഡ എന്നീ 2 സർവീസുകളാണ് ആദ്യം ആരംഭിക്കുന്നത്. ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ ഭരണനിർവഹണത്തിന് നിയമിച്ച താൽക്കാലിക സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഭൂപീന്ദർ സിംഗ് ബജ്വ. ഭൂപീന്ദർ സിംഗ് ബജ്വയാണ് ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ ഭരണനിർവഹണത്തിന് നിയമിച്ച താൽക്കാലിക സമിതിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ വുഷു അസോസിയേഷൻ അധ്യക്ഷനാണ് നിലവിൽ ഭൂപീന്ദർ സിംഗ് ബജ്വ. ഹോക്കി താരം MM സോമയ്യ, ബാഡ്മിന്റൺ താരം മഞ്ജുഷ കൻവർ എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. സഞ്ജയ് സിംഗ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സമിതിയെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടതിനാലാണ് താൽക്കാലിക സമിതിയെ നിയമിച്ചത്. ഭീകരവിരുദ്ധ നിയമപ്രകാരം 2023 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച ജമ്മു കാശ്മീരിലെ സംഘടന ഏതാണ്? ജമ്മു കാശ്മീർ മുസ്ലിം ലീഗ്. ഭീകരവിരുദ്ധ നിയമപ്രകാരം 2023 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച ജമ്മു കാശ്മീരിലെ സംഘടനയാണ് ജമ്മു കാശ്മീർ മുസ്ലിം ലീഗ്. മസരത്ത് ആലം ഭട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് ജമ്മു കാശ്മീർ മുസ്ലിം ലീഗ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ എന്ന ബഹുമതി നേടിയ വ്യക്തി ആരാണ്? ഡോക്ടർ വിഭ ഉഷ രാധാകൃഷ്ണൻ. ഡോക്ടർ വിഭ ഉഷ രാധാകൃഷ്ണനാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ എന്ന ബഹുമതി നേടിയ വ്യക്തി. ശരീരത്തിലെ അസ്ഥികൾ പുനർജനിപ്പിക്കുന്ന ബോൺ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച കേരളത്തിലെ ഡെന്റൽ കോളേജ് ഏതാണ്? വട്ടപ്പാറ PMS ഡെന്റൽ കോളേജ്. ശരീരത്തിലെ അസ്ഥികൾ പുനർജനിപ്പിക്കുന്ന ബോൺ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച കേരളത്തിലെ ഡെന്റൽ കോളേജാണ് വട്ടപ്പാറ PMS ഡെന്റൽ കോളേജ്. ഇവർ നിർമ്മിച്ച ഓസ്റ്റിയോക്രാഫ്റ്റ് എന്ന പ്രിന്റർ ഉപയോഗിച്ച് 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ പ്രിന്റ് ചെയ്തെടുക്കുന്ന അസ്ഥികൾ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ ആദർശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത്.
സൗരോർജം പോലെയുള്ള പരിസ്ഥിതി സൗഹൃദ സ്രോതസ്സുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പേരെന്താണ്? ഗ്രീൻ എനർജി, ഹരിത വൈദ്യുതി. സൗരോർജം പോലെയുള്ള പരിസ്ഥിതി സൗഹൃദ സ്രോതസ്സുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പേരാണ് ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഹരിത വൈദ്യുതി. സാധാരണ വൈദ്യുതിയേക്കാൾ ഹരിത വൈദ്യുതിക്ക് അധികം നൽകേണ്ടി വരുന്ന തുകയാണ് ഗ്രീൻ താരിഫ്. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഹരിത വൈദ്യുതിയുടെ ഉപയോഗം 2030ഓടെ 40% ആക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ഉപഭോക്താക്കൾക്ക് ഗ്രീൻ താരിഫ് നൽകി തങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഹരിത വൈദ്യുതിയാക്കി മാറ്റാവുന്നതാണ്. റിലയൻസ് ജിയോ IIT ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന നിർമ്മിത ബുദ്ധി പ്രോഗ്രാമിന്റെ പേരെന്താണ്? ഭാരത് GPT. റിലയൻസ് ജിയോ IIT ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന നിർമ്മിത ബുദ്ധി പ്രോഗ്രാമിന്റെ പേരാണ് ഭാരത് GPT. ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ്? ഡോക്ടർ AV അനൂപ്. ഡോക്ടർ AV അനൂപാണ് ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി നിയമിതനായ മലയാളി. 2023 ഡിസംബറിൽ കൊപ്രയുടെ താങ്ങുവില കേന്ദ്ര സർക്കാർ എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത്? 11,160 രൂപ. 2023 ഡിസംബറിൽ കൊപ്രയുടെ താങ്ങുവില കേന്ദ്ര സർക്കാർ 11,160 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. താങ്ങുവിലയിൽ ക്വിൻ്റലിന് 300 രൂപയുടെ വർധനവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയത്. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTFന്റെ ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി ആരാണ്? വിറ്റ ഡാനി. ഇന്ത്യക്കാരിയായ വിറ്റ ഡാനിയാണ് ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTFന്റെ ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി. മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവണയുടെ ആത്മകഥയുടെ പേരെന്താണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയാണ് മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവണയുടെ ആത്മകഥയുടെ പേര്. കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ്? മരിയ ഗൊരേത്തി. മരിയ ഗൊരേത്തിയാണ് കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. ചെന്നൈ കോട്ടയം ശബരി സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ കോട്ടയം എറണാകുളം റൂട്ടിലാണ് മരിയ ഗൊരേത്തി ഓടിച്ചത്. കൊച്ചി നിവാസികളുടെ സമഗ്ര മാനസികാരോഗ്യ പരിപാലനത്തിനായി കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഹാപ്പിനെസ് കൊച്ചി, കെയറിംഗ് ഫോർ ദ വെൽനെസ് ഓഫ് ഓൾ. കൊച്ചി നിവാസികളുടെ സമഗ്ര മാനസികാരോഗ്യ പരിപാലനത്തിനായി കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹാപ്പിനെസ് കൊച്ചി, കെയറിംഗ് ഫോർ ദ വെൽനെസ് ഓഫ് ഓൾ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാമത് വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ആലുവ സർവമത സമ്മേളനം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാമത് വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്. ശ്രീനാരായണ ഗുരു ആലുവ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത് 1924 മാർച്ച് 3-4 തീയതികളിലായിരുന്നു. 2023 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റ് അണ്ടർ 19 നടക്കുന്നത് ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ വെച്ചാണ് 2023 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റ് നടക്കുന്നത്. ഭഗവത് ഗീതയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്താണ് ഭഗവത് ഗീതയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച സംസ്ഥാനം. 6 മുതൽ 8 വയസ്സുവരെയുള്ള ക്ലാസുകളിലെ പാഠ്യപദ്ധതിയിലാണ് ഭഗവത് ഗീത ഉൾപ്പെടുത്തുന്നത്.
സംസ്ഥാന പുരുഷ വനിതാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഏത് ജില്ലയിൽ വെച്ചാണ്? വയനാട്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ വെച്ചാണ് സംസ്ഥാന പുരുഷ വനിതാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 2024 ജനുവരി 1 മുതൽ 7 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. 2023 ഡിസംബറിൽ മരണമടഞ്ഞ പ്രശസ്ത ദക്ഷിണ കൊറിയൻ ചലച്ചിത്ര താരം ആരാണ്? ലീ സൺ ക്യെൻ. പ്രശസ്ത ദക്ഷിണ കൊറിയൻ ചലച്ചിത്ര താരമായ ലീ സൺ ക്യെൻ ആണ് 2023 ഡിസംബറിൽ മരണമടഞ്ഞത്. ഓസ്കാർ പുരസ്കാരം നേടിയ ദക്ഷിണ കൊറിയൻ ചിത്രമായ പാരസൈറ്റിലൂടെയാണ് ലീ സൺ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയത്. ഇന്ത്യയിൽ കൂടുതൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിന് ഏത് രാജ്യവുമായാണ് 2023 ഡിസംബറിൽ ഇന്ത്യ കരാർ ഒപ്പുവെച്ചത്? റഷ്യ. ഇന്ത്യയിൽ കൂടുതൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിന് റഷ്യയുമായാണ് 2023 ഡിസംബറിൽ ഇന്ത്യ കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യൻ വാണിജ്യ മന്ത്രി ഡെനിസ് മൻസൂറോവും ചേർന്ന് റഷ്യയിൽ വെച്ചാണ് കരാർ ഒപ്പിട്ടത്. അയോധ്യ ജംഗ്ഷൻ എന്ന പേരിന് പകരമായി അയോധ്യ റെയിൽവേ സ്റ്റേഷന് നൽകിയിട്ടുള്ള പുതിയ പേരെന്താണ്? അയോധ്യ ധാം ജംഗ്ഷൻ. അയോധ്യ ജംഗ്ഷൻ എന്ന പേരിന് പകരമായി അയോധ്യ റെയിൽവേ സ്റ്റേഷന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് അയോധ്യ ധാം ജംഗ്ഷൻ. IT ജീവനക്കാരുടെ സംഘടനയായ പ്രതിധ്വനി ടെക്നോ പാർക്കിൽ സംഘടിപ്പിക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ പേരെന്താണ്? പ്രതിധ്വനി ഗിസ ഫിലിം ഫെസ്റ്റിവൽ. IT ജീവനക്കാരുടെ സംഘടനയായ പ്രതിധ്വനി ടെക്നോ പാർക്കിൽ സംഘടിപ്പിക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ പേരാണ് പ്രതിധ്വനി ഗിസ ഫിലിം ഫെസ്റ്റിവൽ. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ദക്ഷിണേന്ത്യൻ നടനും സ്റ്റണ്ട് ഡയറക്ടറുമായിരുന്ന വ്യക്തി ആരാണ്? ജോളി ബാസ്റ്റിൻ. ജോളി ബാസ്റ്റിൻ ആണ് 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ദക്ഷിണേന്ത്യൻ നടനും സ്റ്റണ്ട് ഡയറക്ടറുമായിരുന്ന വ്യക്തി. മമ്മൂട്ടി ചിത്രമായ കണ്ണൂർ സ്ക്വാഡിന്റെ സ്റ്റണ്ട് ഡയറക്ടറായിട്ടാണ് ജോളി ബാസ്റ്റിൻ ഏറ്റവും ഒടുവിൽ മലയാളത്തിൽ പ്രവർത്തിച്ചത്. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ബീഹാറിൽ ഗംഗാ നദിയിലെ 6 ലെയിൻ കേബിൾ പാലം നിർമ്മിക്കുന്നത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? ജപ്പാൻ. ജപ്പാന്റെ സഹായത്തോടെയാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ബീഹാറിലെ ഗംഗാ നദിയിൽ 6 ലെയിൻ കേബിൾ പാലം നിർമ്മിക്കുന്നത്. 2023 ഡിസംബറിൽ ഇടുക്കി ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയ യൂറേഷ്യൻ നീർനായയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ലൂട്ര ലൂട്ര. 2023 ഡിസംബറിൽ ഇടുക്കി ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയ യൂറേഷ്യൻ നീർനായയുടെ ശാസ്ത്രീയ നാമമാണ് ലൂട്ര ലൂട്ര. കേരളത്തിൽ കണ്ടെത്തുന്ന മൂന്നാമത്തെ ഇനം നീർനായയാണ് ലൂട്ര ലൂട്ര. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്